നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ്. ദൈവകൃപയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഈസ്റ്റർ ആചരിക്കുവാനും കൊണ്ടാടുവാനും ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ഇത് ഒരു സാക്ഷ്യമാണ്. സർവശക്തനായ ദൈവം തന്നിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ, എന്നെയും സർവ്വജനത്തെയും രക്ഷിക്കുവാൻ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നും ഈ ശ്രേഷ്ഠ ദൗത്യം പുത്രനായ ദൈവം മനുഷ്യപുത്രൻ നിറവേറ്റിയത് വളരെ കഷ്ടങ്ങളും ശാരീരികമായ മാനസികമായ ക്ലേശങ്ങളിലൂടെ ആണെന്നും കഷ്ടങ്ങൾക്കും ക്രൂശമരണത്തിനും ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തുവെന്നും അവൻ വീണ്ടും വരും എന്നുള്ളതിൻ്റെയും ഒരു സാക്ഷ്യം. ഈ യാഥാർത്ഥ്യം നാം വേണ്ടവണ്ണം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഈസ്റ്റർ നാം ആചരിക്കുമ്പോൾ ഈ സാക്ഷ്യമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. അതിനാൽ ശ്രദ്ധയോടെ നമുക്ക് ഇതിൽ പങ്കാളികളാകാം. സത്യം സംസാരിച്ചവനെ മുഖത്തടിക്കുകയും ക്രൂശിക്കുകയും ചെയ്തെങ്കിൽ അത് സത്യത്തിന് എതിരെയുള്ള പ്രവൃത്തിയാണ്, അസത്യത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് പ്രവർത്തിക്കുന്നത് സത്യത്തിന് എതിർ നിൽക്കുന്നവനാണ്. യേശു പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും എന്ന്. ദൈവപുത്രനായ യേശു ഞാൻ സത്യമാണ് എന്ന് പറഞ്ഞു എങ്കിൽ ദൈവപുത്രന് എതിരെ നിൽക്കുന്നത്, ദൈവപുത്രനെ ഉപദ്രവിക്കുന്നത്, ദൈവപുത്രനെ കൊല്ലുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്നത് പിശാചാണ്, സാത്താനാണ്. നന്മ പ്രവർത്തിച്ചവനെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ശ്രമിക്കുന്നവൻ നന്മയ്ക്കെതിരെ നിൽക്കുന്നവനാണ്. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവപുത്രനാണ്, എതിരെ പ്രവർത്തിക്കുന്നവൻ പിശാചാണ്, സാത്താനാണ്. നമ്മുടെ ഉള്ളിലും മനസ്സിലും നല്ല ചിന്തയും നന്മയും നൽകുന്നത് ദൈവമാണ്, ദൈവപുത്രനിലൂടെയാണ്. മോശമായ ചിന്തകളും പ്രവൃത്തികളും നമ്മിൽ നൽകുന്നതും പ്രവർത്തിക്കുന്നതും സാത്താനാണ്. സാത്താൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, മനുഷ്യരെ സാത്താൻ്റെ പിടുത്തിൽ നിന്നും രക്ഷിക്കുവാനും സാത്താനെ തോൽപ്പിക്കുവാനും മനുഷ്യരെ രക്ഷിക്കുവാനും തന്നെ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നു. അത് എങ്ങനെ സാധ്യമായി തീർന്നു എന്നുള്ളതാണ് ഈ ദിനങ്ങളിൽ നാം ധ്യാനിച്ചത്, പഠിച്ചത് അഥവാ ചിന്തിച്ചത്. ഈ വർഷത്തെ ധ്യാനങ്ങൾ നമുക്ക് എങ്ങനെ അനുഭവപ്പെട്ടു അഥവാ അനുഭവപ്പെടുന്നു എന്ന് ചിന്തിക്കുക. 2 പക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. വെളിച്ചത്തിൻ്റെ പക്ഷം, ഇരുളിൻ്റെ പക്ഷം. നന്മയുടെ പക്ഷം, തിന്മയുടെ പക്ഷം. നീതിയുടെ പക്ഷം, അനീതിയുടെ പക്ഷം. ജീവൻ്റെ പക്ഷം, മരണത്തിൻ്റെ പക്ഷം. ദൈവത്തിൻ്റെ പക്ഷം, സാത്താൻ്റെ പക്ഷം. ഈസ്റ്റർ മരണത്തെ ജയിച്ച് യോത്സവം കൊണ്ട് ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ ഉത്സവമാണ്. ഈ വർഷത്തെ നോമ്പാചരണവും ഈസ്റ്റർ അഥവാ ഉയർപ്പിൻ്റെ ആഘോഷവും നമ്മിൽ വെളിച്ചം ഉദിക്കുവാൻ പര്യാപ്തമായോ? നന്മ, നീതി എന്നിവ ശക്തിപ്പെട്ടോ? ആന്തരിക ജീവൻ നമുക്ക് ലഭിച്ചുവോ? നാം ഇപ്പോൾ ദൈവപക്ഷത്ത് ആകുന്നുവോ നിൽക്കുന്നത്? ഈസ്റ്റർ അഥവാ ഉയർപ്പ് ആഘോഷിച്ചു തീർക്കുവാനുള്ളതല്ല, പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. നന്മയുടെയും വെളിച്ചത്തിൻ്റെയും പക്ഷം ചേർന്നുള്ള ജീവിതം, ദൈവത്തോടും ദൈവപുത്രനോടും പക്ഷം ചേർന്നുള്ള ജീവിതം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവപക്ഷം ചേർന്നുള്ള യാത്രയിൽ കഷ്ടം സഹിക്കുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.